ഹലോ എവരിവൺ. നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പുതിയതായിട്ട് വിളിച്ചിരിക്കുന്ന പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഒരു പ്രീവിയസ് ഇയർ വാക്കൻസി എങ്ങനെയായിരുന്നു, ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു PYQ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലേൺ ത്രൂ ക്വസ്റ്റ്യൻ സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും. അപ്പൊ അത് ക്വസ്റ്റ്യൻസിൽ കൂടെ നമ്മൾ ഒരു റിവിഷൻ ചെയ്യുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ഒരു സീരീസും ഇതിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ കൂടെ. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 541/2025 ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റ് നെയിം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, സ്കെയിൽ ഓഫ് പേ 55,200 to 1,15,300 ആണ്. ഓക്കെ, ഏജ് ലിമിറ്റ് ഇപ്പോ 40 വയസ്സാക്കിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ 20 to 40 years ആണ് ഏജ് ലിമിറ്റ്. വാക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് PSCയുടെ സൈറ്റില് 2026 ഏപ്രില് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു NJDയും ഒരു ഫ്രഷ് വാക്കൻസിയാണ്. അങ്ങനെ ടോട്ടല് 2 വാക്കൻസി ഉണ്ട്. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് ഡിസംബർ 2025 18-ാം തീയതി അത് ക്യാൻസൽ ആയിരുന്നു. ആ സമയത്ത് 21ഓളം അഡ്വൈസ് ആണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് പോയത്. ആകെ 21 പേരാണ്, 17 പേരോ മറ്റാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. വളരെ ചെറിയൊരു ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. എക്സാം ഡേറ്റ് ഈ വർഷത്തെ വരുന്നത് 22/7/2026 ഏകദേശം ഒരു 50 ഡേയ്സോളമാണ് ഇപ്പൊ നമുക്കിനി ഉള്ളത്. അപ്ലിക്കൻസിന്റെ എണ്ണം 10,000 ഉണ്ടെങ്കിലും കൺഫേംഡ് അപ്ലിക്കൻസ് 7,300 മാത്രമേ ഉള്ളൂ. 7,392 അപ്ലിക്കൻസ് ആണ് ഉള്ളത്. നോ, ഇനി ഇതിന്റെ ഒരു സിലബസ് ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 കാറ്റഗറി ആയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. 8 മൊഡ്യൂൾസ് ആയിട്ടാണ് അത് വരുന്നത്. അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് 12 മാർക്ക്, തെർമോഡൈനാമിക്സ് 12 മാർക്ക്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് 12 മാർക്ക്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് 12, തെർമൽ എഞ്ചിനീയറിംഗ് 14 മാർക്ക്. തെർമൽ എഞ്ചിനീയറിംഗിൽ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ IC എഞ്ചിൻസ്, അങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം വരുന്നുണ്ട്. തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ അത് 14 മാർക്ക്, പ്രൊഡക്ഷൻ ടെക്നോളജി 12, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് 12. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ വെയിറ്റേജ് വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് മെഷീൻ ഡിസൈനും ആണ്. പക്ഷെ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ നമുക്ക് നല്ലപോലെ അറിയണം. അതുകൊണ്ട് ഒരു ഓർഡറിൽ പഠിച്ചു പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്കൊരു ബേസിക് സബ്ജക്ട്സ് എന്ന് എപ്പോഴും തുടങ്ങാം. അതായത് തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഈ 3 സബ്ജക്ട്സ് നിങ്ങൾ എന്തായാലും കവർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റ് സബ്ജക്ട്സ് ആയിട്ടുള്ള തെർമൽ എഞ്ചിനീയറിംഗും തിയറി ഓഫ് മെഷീൻസും മെഷീൻ ഡിസൈൻ ഒക്കെ ഇതിന്റെ അപ്ലിക്കേഷൻ സബ്ജക്ട്സ് ആണ്. അതിന് വെയിറ്റേജ് കൂടുതലാണെന്ന് പറഞ്ഞത് ആദ്യം പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബേസ് ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ ആദ്യം ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ നല്ലപോലെ പഠിച്ചതിന് ശേഷം വേണം ഈ പറഞ്ഞ ഡിസൈൻ സബ്ജക്ട്സിലേക്കൊക്കെ വരാനായിട്ട്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് തിയറി ഉണ്ട്. അപ്പൊ നമ്മൾ മറന്നുപോകും. അപ്പോൾ അത് പലരും പല സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യാറ്. ചിലവര് ആദ്യമേ തന്നെ പഠിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. നമ്മൾ മാക്സിമം പഠിക്കുക, എന്നിട്ട് റിവിഷൻ ചെയ്യാം. പിന്നെ മറ്റു ചിലർ ചെയ്യാറില്ല, റിവിഷൻ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ എക്സാമിന്റെ സമയത്തായിട്ട് നിന്ന് പഠിക്കും. ആ സമയത്ത് ഓർമ്മ വന്ന കാര്യങ്ങൾ എഴുതും. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, ചിലവർ വർക്കിംഗ് ആയിരിക്കാം, ചിലവർക്ക് മറ്റ് ചില എൻഗേജ്മെന്റ്സ് ഉണ്ടായിരിക്കാം. സോ അത് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു സ്ട്രാറ്റജി ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ ഇപ്പൊ നമ്മൾ തൽക്കാലം ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി ഒരു ഏകദേശം ഒരു 50 ഡേയ്സ് ആണുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു 6 to 8 hours മിനിമം സ്റ്റഡി എന്നതിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം അത്യാവശ്യം വലിയ സിലബസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ 14 മാർക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗങ്ങളിൽ തന്നെ 2-3 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 6 to 8 hours എന്തായാലും നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജി, ഞാനൊരു ഐഡിയൽ സ്ട്രാറ്റജി പറയുന്നത് മാത്രം. ഓരോരുത്തർക്കും ഓരോ കൺവീനിയൻസ് ആണ്. ചിലവർ രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലവർ രാവിലെ പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടം. മോർണിംഗ് സെഷനിൽ ഒരു തിയറി നോട്ട്സ്, അത് തിയറിയും അതുപോലെ തന്നെ അതിന്റെ നോട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ട് സ്റ്റഡി എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യാം. ഒരു ആഫ്റ്റർനൂൺ സെഷന് ഒരു ന്യൂമറിക്കൽ, കാരണം ഈ 7 സബ്ജക്ട്സിലെ പ്രോബ്ലംസിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഈ പ്രോബ്ലംസിന് കൊടുത്തിട്ടുണ്ടാവും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്
മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മുൻവർഷങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ് സർവീസോ അല്ലെങ്കിൽ ഗേറ്റ് 1 മാർക്കിനൊക്കെ ചോദിച്ച മറ്റു ചില സ്റ്റേറ്റ് PSC-കൾക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസുകളിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മെയിൻറ്റെയിൻ എ ഷോർട്ട് നോട്ട് ബുക്ക് ഫോർ ഫോർമുല ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. നിങ്ങൾ സ്റ്റഡി നിങ്ങൾ ഒരു പക്ക ഒരു എക്സാമിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഫോർമുല കാരണം ഫോർമുല ഓർമ്മയില്ലാത്തതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിസ്സാവാന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് ഫോർമുല മാത്രമായിട്ടൊരു ബുക്ക് കീപ്പ് ചെയ്യുകയോ A4 ഷീറ്റിൽ അത് എഴുതി വെക്കുകയോ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്തുകയും വേണം. ഓക്കെ, എവരി 5th ഡേ ഒരു റിവിഷൻ പ്ലസ് PYQ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതാണ്. കാരണം ഒരു എക്സാമിന്റെ എൻവയോൺമെന്റിൽ ആ ഒരു ടൈം ബൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ അതിന്റെ ഒരു നേച്ചറിലേക്ക് ആ എക്സാമിന്റെ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ചിലപ്പോൾ കുറെ ഗ്യാപ്പിന് ശേഷം എക്സാം എഴുതുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ആദ്യമായിട്ട് PSC എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. ആ എക്സാമിന്റെ ഒരു ആംബിയൻസ് ആയിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അത് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഈ നൈറ്റ് സെഷന് വേണ്ടിയിട്ട്, അതായത് ഒരു 6 to 8 hours ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം, 6 to 8 hours എന്ന് പറയുമ്പോൾ ഒരു നിങ്ങളൊരു തിയറി സബ്ജക്ട് കഴിഞ്ഞു, അതിന്റെ ന്യൂമറിക്കൽ പോർഷൻസ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം അന്ന് തന്നെ അത് മാക്സിമം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ റിവിഷനിൽ അന്ന് പഠിച്ചതും മുന്നേ പഠിച്ചത് ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം റിവിഷൻ ഇല്ലെങ്കിൽ എല്ലാം കൊളാവും. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്താ പറയാ, നമ്മുടെ തലച്ചോറിൽ അത് പെർമനന്റ് മെമ്മറിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. സോ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഈ പഠിക്കാനായിട്ട് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ റിവിഷനും കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു ടൈം ഞാനിവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രം. നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു മോർണിംഗ് ഒരു 6 മണിക്ക് തുടങ്ങി രാവിലെ ഒരു 9 മണിക്കൊക്കെ കിടക്കുന്ന ഒരു ശീലമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. 6 to 8 o'clock നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തിയറി സ്റ്റഡി ചെയ്യാം. കാരണം ഇത് നല്ലൊരു സമയമാണ്. മോർണിംഗിൽ വലിയ ശല്യമൊന്നും ഇല്ലാത്ത, അധികം ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. ഒരു 9:30 to 11:30 ന്യൂമറിക്കൽ പ്രാക്ടീസ് ചെയ്യാം. 1 to 3 MCQs പ്ലസ് PYQ. ഈ MCQ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻലി ചെയ്യേണ്ടത്, MCQ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ നമ്മുടെ PSC-ക്ക് ചോദിച്ച A ലെവൽ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ആ ചാപ്റ്ററിൽ തന്നെ SSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ സിലബസിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് എഞ്ചിനീയറിംഗ് കുറച്ച് എക്സ്ട്രാ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വിട്ടേക്കുക. നമുക്ക് പരിചയമുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഞ്ചിനീയറിംഗ് സർവീസിന്റെ ചെയ്തു നോക്കുന്നതല്ലാണ്. ഇതൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സാം സമയത്തൊക്കെ വരുന്ന സമയത്ത് ആ മന്തിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗേറ്റിന്റെ 1 മാർക്കും കൂടെ ചെയ്തു നോക്കാവുന്നതാണ്. സോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം പ്രീവിയസ് ഇയർ ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4 to 5 o'clock നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് നോട്ട്സിന്റെ റിവിഷൻ ചെയ്യാം. ഈവനിങ് ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനും മുന്നേ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഒരു പ്രിപ്പറേഷൻ ടിപ്പ് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 to 100 MCQs നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കണം. അത് ന്യൂമറിക്കൽ പ്ലസ് തിയറി. ഓക്കെ, ഇനി ഫോർമുല എന്ന് പറയുന്നത് ഡെയിലി റിവൈസ് ചെയ്ത് നോക്കണം. അത് മുന്നേ പഠിച്ച കാര്യങ്ങളുടെയും അന്ന് പഠിച്ച കാര്യങ്ങളുടെയും ഫോർമുലകൾ ഡെയിലി റിവൈസ് ചെയ്ത് നോക്കുക. PSC റിപ്പീറ്റഡ് കൺസെപ്റ്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏത് ഭാഗമാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഭാഗത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തുകൊണ്ട്, വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാവുന്ന പഠിക്കാം. ഇനി ഒരു 1 page ഷോർട്ട് നോട്ട് ഉണ്ടാക്കും, നല്ലതാണ്. അതിന് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ നോക്കുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ റാൻഡം ആയിട്ട് ഒരു ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് അതിലത്തെ A ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ SSC ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ടോ അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇതിന്റെ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച ഭാഗങ്ങളിൽ എവിടെയാണ് വീക്ക് ആയിട്ട് പോയതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വീക്ക് പോർഷൻ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചത് എവിടെയാണ് നമുക്ക് ഫ്ലോ പറ്റിയത് എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അതിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കാം. ഇനി ഇംപ്രൂവ് സ്പീഡ് ആൻഡ് എലിമിനേഷൻ ടെക്നിക്സ്. അതായത് ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുമ്പോൾ ചില ഓപ്ഷൻസിൽ തന്നെ ആൻസർ ഉണ്ടായിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ കിട്ടും. ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് ഫൈനലി നമ്മൾ എത്തിച്ചേരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അത് ഒരുപാട് സമയം സേവ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്,
പോയിസൺസ് റേഷ്യോയുടെ ഒരു വാല്യൂ ചോദിച്ചിരിക്കുകയാണ്. ചില ഓപ്ഷൻസിലൊക്കെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, നെഗറ്റീവ് പോസിബിൾ ആണ്, പക്ഷെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനൊന്നും നെഗറ്റീവ് അങ്ങനെ വരാറില്ല. അപ്പോൾ ബാക്കി വാല്യൂസ് ഒക്കെ ഒരു 0.5 മേലെയാണ്. ഒരു ആൻസർ മാത്രം ഒരു 0.3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിസൺസ് റേഷ്യോനെ പറ്റി ചെറിയൊരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഏതെങ്കിലും മെറ്റീരിയലിന്റെ ആയിരിക്കും അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ അലുമിനിയത്തിന്റെ ആയിരിക്കും അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ആ എക്സാക്ട് വാല്യൂ അഥവാ ഓർമ്മയില്ലെങ്കിലും അതിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് പോയിസൺസ് റേഷ്യോ 0ക്കും 0.5നും ഇടയ്ക്കായിരിക്കും. സോ 0.5ന് മുകളിലുള്ളതോ നെഗറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സിന് പോസിബിലിറ്റി ഇല്ല, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്. അങ്ങനെയുള്ള എലിമിനേഷൻ ടെക്നിക്കുകൾ ഉണ്ട്, അത് വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ മെത്തേഡുകളുണ്ട്, അതായത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല, അപ്പൊ ചിലപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ചിലപ്പോൾ ഗേറ്റിന് മുന്നേ ചോദിച്ച ഏതെങ്കിലും ചില ക്വസ്റ്റൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്ത് ഹരിക്കാനും ഗുണിക്കാനൊക്കെ സമയം എടുത്തുകൊണ്ട് ഒരുപാട് സമയം ചിലപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അപ്രോക്സിമേഷൻ ചെയ്യാനൊക്കെ ക്യാൻസലേഷൻ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പോ പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണെന്നുള്ളത്. ഈ പൈ സ്ക്വയർ എന്നതിന്റെ വാല്യൂ ഏകദേശം നിങ്ങളുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂന് ഈക്വൽ ആണ്, ഏകദേശം ഈക്വൽ ആണ് എന്നുള്ളൊരു അപ്രോക്സിമേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പൈ സ്ക്വയറിന്റെ വാല്യൂ ചില പ്രോബ്ലത്തിൽ നമുക്ക് 10 ആയിട്ട് എടുക്കാം. അങ്ങനെയുള്ള അപ്രോക്സിമേഷൻ ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷന്റെ സമയം ഒരുപാട് കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ അത്തരം ടെക്നിക്കുകൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് വേണം. ഓക്കെ, ഇനി എവരി സൺഡേ ഓക്കെ ആ ഒരു ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നമുക്ക് ഡെയിലി മുന്നേ പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സൺഡേസ് മാക്സിമം റിവിഷന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി ഒരു ടാർഗറ്റ് സ്റ്റഡി സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സബ്ജക്ട്സിന് അതായത് നിങ്ങൾ ഒരു എക്സാമിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സും, ചിലർക്ക് പ്രൊഡക്ഷൻ ടെക്നോളജി വളരെ സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് ഡിസൈൻ സബ്ജക്ട് സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് തെർമൽ എഞ്ചിനീയറിംഗ് സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഏതാണോ സ്ട്രോങ് എന്നുള്ളത് നിങ്ങൾ PYQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ സബ്ജക്ട്സില് 85% ആക്യുറസി നിങ്ങൾ എയിം ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. മീഡിയം സബ്ജക്ട്സ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 to 70% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കി കുത്തരുതെന്ന് ചുരുക്കം പറഞ്ഞു. അപ്പോ അതിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റണമെന്നല്ല, ഒരു 60 to 70% ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാം. ഇനി വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിൽ നിങ്ങൾ എടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യുന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ല, ഒരു നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കും. അല്ലെങ്കിൽ എനിക്കൊരു 50% ചാൻസ് ഉള്ളത് എഴുതാൻ നിൽക്കണ്ട. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റാങ്ക് ഒരുപാട് പുറകോട്ട്, കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാർക്കിനും നല്ല വിലയുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ -0.33 അല്ല -1.33 ആണ് പോകുന്നത്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ശരിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മാർക്ക് കിട്ടുമായിരുന്നു, അതും പോയി, പിന്നെ ഒരു -0.33 കൂടെ പോവാണ്. അതുകൊണ്ട് -1.33 ആണ് നിങ്ങൾ വരുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് അത്തരം സബ്ജക്ട്സിൽ നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഒരു ഓവറോൾ ഒരു 70+ മാർക്ക് ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ലെവൽ എക്സാം ആണെങ്കിലും ഇപ്പോ അതിന്റെ കട്ട് ഓഫ് നല്ല രീതിയിൽ ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ബ്രാഞ്ചിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 70+ മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോ ഒരു 50 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും ഒരു 10 hours ഒക്കെ ഇതിനു വേണ്ടി ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു PSC പോലെയുള്ള എക്സാം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഈസി എന്ന് ഞാൻ പറയുന്നില്ല, അത് ചിലർ എന്നെ ചെയ്ത് പറയും. ഈസി എന്ന് പറയുന്നില്ല, എന്നാലും പറയാണ്, നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷന് കുറച്ചും കൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നു. ഇനി വരാൻ പോകുന്ന ആ ഒരു നമ്മുടെ PYQ സീരീസ്, PYQ മാത്രമല്ല സെലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് തന്നെ തുടങ്ങാം. ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഒരു PYQ ഡിസ്കഷൻ പ്ലസ് അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറെ തിയറീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ന്യൂമറിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ അതിന്റെ തിയറി ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ടും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. അപ്പൊ എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.